ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്താനം സുഖമല്ലേ? നമുക്കിവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ എന്താ വലിയ ചെമ്പും ഇതൊക്കെ ഏതാ അപ്പം അത് അടുക്കള എന്നൊക്കെ ഉള്ള സംശയത്തിലാവൂലേ അപ്പം നിങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പം എന്താ അപ്പം നിങ്ങൾക്ക് തോന്നുന്നത്? മക്കളെ ഇന്ന് സ്കൂളിലേറ്റം പോകേണ്ട ഒരാവശ്യം വന്നു. സ്കൂളാണ് കേട്ടത്. സ്കൂളിൽ സ്കൂളിലേറ്റം പോകേണ്ടി വന്നപ്പോൾ എൻ്റെ നാത്തൂമാരാണ് സ്കൂളിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പോൾ ഓല അടുത്തേക്ക് ഒന്ന് പോകും വേണം, ഓല കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പോയപ്പോൾ ഓലിങ്ങനെ ഓരോ പണിത്തിരക്ക് ഇങ്ങനെ എടുക്കണ കണ്ടപ്പോൾ ഞാൻ ഒന്നാട് വീഡിയോ എടുത്താണ്. അപ്പോൾ രണ്ടാളും സ്റ്റോർ റൂമൊക്കെയാണ് മാറിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ ഉൾപ്പെടുത്തൂല താത്ത, പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് എടുക്കട്ടെ പറഞ്ഞു. അപ്പോൾ തുടങ്ങണുള്ളൂ കേട്ടോ. അത് പരിപ്പാണ് ചെമ്പട്ടിയിൽ, പരിപ്പും കുമ്പളങ്ങയും കൂടിയും കറി വയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടി അങ്ങനെ നുറുക്കിടന്ന് കാവേജൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ അങ്ങനെ ആ അടുക്കള ഒന്ന് ഞാൻ കണ്ടപ്പോൾ ഒന്നാണ് വീഡിയോ എടുത്താണ്. അപ്പോൾ നല്ല മഴൻ്റെ ഒക്കെ ദിവസം തന്നെയാണ് ഇന്നലെ. അപ്പോൾ ഒരു ചക്ക കഷ്ണം കൊണ്ടൊരു കൂട്ടാനൊക്കെ വെക്കാം. കൂട്ടാനല്ല കറിയാണ് കേട്ടോ. ഇങ്ങനത്തെ കറികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടാ. ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു ഞങ്ങളമ്മേ. ഞാൻ ചെറുതായെന്നൊക്കെ അമ്മ അല്ലല്ലോ, അമ്മ മരിച്ചില്ലേ. അപ്പോൾ ചെറുതായെന്നൊക്കെ അമ്മ ഞങ്ങളെ പെരയിൽ പിലാവുണ്ടായിരുന്നു കേട്ടോ. നല്ല വരക്കച്ചക്കൻ്റെ പിലാവുണ്ടായിരുന്നു. ഞങ്ങൾ കയറിനോട് തന്നെ, ഞങ്ങളെ ഗേറ്റിങ്ങ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും അവിടുത്തെ ചക്കക്കുരു വരെ ഞങ്ങളുടെ പുറകെ കൊണ്ടുപോകും കേട്ടോ. അത്രയും നല്ല ചക്കയായിരുന്നു. ചക്കൻ്റെ കുരു ആയിരുന്നു കേട്ടോ. ചെറിയ വലിപ്പം ഉണ്ടാവില്ല, ചക്ക ചെറുതേക്കാരം, പക്ഷെ നല്ല ചുള, മഞ്ഞ ചുള കേട്ടോ. എല്ലാവർക്കും ഇഷ്ടം. ചക്ക ഉള്ള പെരക്കാർ വരെ ഞങ്ങളെ ചക്കക്ക് വരും. ഈ വീഡിയോ കേൾക്കണവരൊക്കെ അയൽവാസികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ മനസ്സിലാവും കേട്ടോ. എന്നിട്ട് അങ്ങനത്തെ ഒരു ചക്കയാണ്. പിന്നെ അവിടെ പെരെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് പിലാവ് വെട്ടിട്ടോ. ഇപ്പം ആ പിലാവില്ല. അപ്പം നമുക്ക് ചക്ക എവിടുന്നെങ്കിലും എത്തൊക്കെ ചക്ക ഉണ്ട്, ചക്കക്കൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പം അന്ന് ഉമ്മാക്ക് ഇതാണ് പണി. നേരം വെളുത്ത് ചായടിയാണ് കഴിഞ്ഞാലേ, ചക്കക്കാലായാലേ ഇമ്മ ചായടിച്ച് നീച്ച് വന്ന് കാണും ഉമ്മ ചക്ക ഇടാൻ പോകും. എത്തന്നെ പിലാവ് വലിയ ഉയരമൊന്നുമില്ല, തുരുതുരായിട്ടുണ്ടാവണ ഒരു ചക്ക പിലാവാണ്. എന്നിട്ട് ഉമ്മ ചക്ക ഇടാൻ അങ്ങോട്ട് പോരും. ഇമ്മ എന്നിട്ട് ആ മുറ്റത്തിരുന്ന് കാണാൻ തന്നെ ഒരു 4-5 ചക്ക ഇടണം കേട്ടോ. ഞങ്ങളുടെ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ, 50 മക്കളുണ്ട്. ഉമ്മാക്ക് 9 മക്കളും അതിക്കുള്ള മരുമക്കളും പേരമക്കളും ഉമ്മയും ബാപ്പി എല്ലാവരും കൂടി ആകുമ്പോഴേ അന്ന് കുറേ മുന്നല്ലപ്പം അത്. അപ്പം ഉമ്മ വർത്താനത്തിനൊന്നും നിൽക്കാനിടയില്ലല്ലോ. ഞങ്ങളൊക്കെ ചെറുതുമല്ലേ, സ്കൂളിൽ പോണ ആ പ്രായത്തിൽ. എന്നിട്ട് പിന്നെ സ്കൂളിൽ ചേർത്തി അങ്ങനെയൊക്കെ ആ പ്രായക്കാരട്ടാ, 1-ലോ 2-ലൊക്കെ ഇക്കാരം. ചെറിയ മക്കളല്ലേ ഞങ്ങളൊക്കെ. ഓരോ വയസ്സ് 1.5 വയസ്സിനുള്ള മാറ്റാം കേട്ടോ. ഈ 9 മക്കളും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇമ്മ എന്നിട്ട് ചായയോടി കഴിഞ്ഞാലേ 10 മണിയാകുമ്പോഴത്തേന് അന്നൊക്കെ 10 മണി കള്ളേ കത്രി എന്നൊക്കെ പറഞ്ഞ് കാണൊരു കഞ്ഞി ചോറൊക്കെ ഉണ്ട്. ചോറ് രണ്ടുപേർക്ക് ചോറ് അന്നേ കേട്ടോ. തീറ്റൊക്കെ ഒന്നും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കൂട്ടാനൊന്നും വലിയ കൊസി കുറഞ്ഞാലും പിന്നെ മറ്റുള്ള കാര്യത്തിനൊന്നും അന്ന് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിട്ട് ഉമ്മ അങ്ങോട്ട് പോരും. ഒരുപാട് ചക്ക 4-5 ചക്ക ഇട്ട് കണ്ട് അങ്ങനെ മുറ്റത്തിരുന്ന് അരിഞ്ഞുണ്ടാക്കി വരുമ്പോൾ 10 മണിയാവും. ആയിട്ട് അങ്ങനെ അരിഞ്ഞുകാണ്ട് കൂട്ടാനൊക്കെ ഉണ്ടാക്കും. നാത്തുമാരൊക്കെ ഉണ്ട്. ഉമ്മ അങ്ങനത്തെ പണിയൊക്കെ ചെയ്ത് കൊടുക്കും. അതേമാതിരി തൊടു നിറച്ച് ചേമ്പത്ത്, നാടൻ ചേമ്പ് എന്നൊക്കെ ചേമ്പ് ഉണ്ടല്ലേ തൊടു. അന്നൊക്കെ നമുക്ക് കുറേ തൊടും ഉണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നിറച്ച് നാടൻ ചേമ്പും ഉണ്ടാവും. എന്നിട്ട് അങ്ങനെ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കും എന്ന് പറയാം. പല മോഡൽ ചക്കക്കൂട്ടാനും ഉമ്മ ഉണ്ടാക്കും. എന്നിട്ട് ഉമ്മ ചക്കരിശ്ശേരി പറഞ്ഞാൽ ചക്കരിശ്ശേരി ഉണ്ടാക്കും കൂട്ടാ. ആ എരിശ്ശേരിയാണ് ഇപ്പം ഞാൻ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കി. നല്ല ടേസ്റ്റാണ്. ഞങ്ങളുടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഉമ്മ ഉണ്ടാക്കിയാൽ, ആ ചക്കരിശ്ശേരി ഉണ്ടാക്കിയാൽ നല്ല രസമാണ് അന്നൊക്കെ. അത് നമുക്ക് വെറുതെ അങ്ങനെയും കഴിക്കുക. ചോറ്റൊക്കെ പാർന്നുകാണ്ട് ഉണ്ടാക്കിയാൽ ബാക്കിയാവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചക്കരിശ്ശേരി. ചക്കൻ്റെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ, അതിൽ ടേസ്റ്റ് കിട്ടാൻ. ഇതിപ്പോൾ എത്ര ചക്ക, ഇത് പഴഞ്ചക്കയാണ്, എത്ര മട്ട അറിയില്ല. ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ അങ്ങനെ കുഞ്ഞാണിയൊന്നും ചക്കരിശ്ശേരി നിങ്ങൾ കൂട്ടിയില്ലല്ലോ. കുഞ്ഞാണിയൊന്നും ചക്കരിശ്ശേരി കൂട്ടിയിട്ടില്ലല്ലോ. അപ്പം ഞാൻ എരിശ്ശേരി ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇത്രയും കാലമായിട്ട് ചക്ക ഇട്ടിട്ട് ഞാൻ എരിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ല. ചക്ക കൂട്ടാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കലേ. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കട്ടെ കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് അതേമാതിരിയാണ് ചേമ്പത്തും. തൊട് നിറച്ച് ചേമ്പുണ്ടാകുമ്പോൾ അത്രയും ചേമ്പുണ്ടാവും. കുറേ ആളുള്ളതല്ലേ. അപ്പോൾ അതെല്ലാം കൂടി വരണ്ടി തൊലിച്ചുണ്ടാക്കാൻ കഴിയൂല. അത് 4-5 പ്രാവശ്യമാണ് കഴുകിക്കാണ്ട് അങ്ങനെ തൊലി കളയാതെ വലിയ കലത്തിലിട്ട് കണ്ടാണ് പീങ്ങും. അങ്ങനെയൊക്കെ കാട്ടീനും പറയാം. അന്നൊക്കെ അമ്മക്ക് എളുപ്പപ്പണി. ചെറിയ മക്കളും അല്ലേനാ. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ പാവമാണ്. അപ്പം അതൊക്കെ ഒന്ന് അരിഞ്ഞിരിക്കട്ടെ കേട്ടോ. വെച്ചപ്പോഴാണ്
അപ്പോൾ നമ്മൾ ചക്കരിശ്ശേരി ഉണ്ടാക്കട്ടെ കേട്ടോ. ചക്കരിശ്ശേരി തന്നെ ചക്ക കൂട്ടാൻ്റെ മൈദ തന്നെ. ഇതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് കാണ്ടാണ്ട് കുറച്ച് വെള്ളം പറഞ്ഞാണ് തീ വെക്കുക. പിന്നെ നമ്മൾ തേങ്ങ അരക്കാണ്ട് തേങ്ങ പൊളിച്ചിട്ട് വേണം. തേങ്ങ അരക്കണം. ഒക്കെ അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഉപ്പ് മഞ്ഞപ്പൊടി ഇടുക. കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. എളുപ്പം വേവും, തിളച്ചാൽ വേവും. പഞ്ചൊക്കെയാണ്. അപ്പോൾ ഏതായാലും കഞ്ഞിയൊക്കെ അടുപ്പത്ത് തന്നെ, വിറകടുപ്പത്ത് തന്നെ ഒന്ന് ഉണ്ടാക്കിയതൊക്കെ കേട്ടോ. അപ്പോൾ അടുപ്പത്ത് തന്നെ കണ്ട് വെക്കാൻ വിചാരിച്ചു. തിളച്ചാൽ വേവാനല്ലേ ഉള്ളൂ. അടുപ്പ് ഏതായാലും നല്ലോണം കത്തിയും ചെയ്തിരുന്നു. ഞാൻ നല്ലോണം വേവട്ടെ. അപ്പോൾ അതിന് തേങ്ങ ഒളിച്ചരക്കട്ടെ കേട്ടോ. അപ്പം നമ്മളതിക്കുള്ള തേങ്ങ അരക്കാൻ നിൽക്കുകയാണ്. തന്നെ നമ്മൾ ചക്ക കൂട്ടാൻ്റെ അരി തന്നെ. കുറച്ച് വെളുത്തുള്ളിയും 2-3 പൊണ വെളുത്തുള്ളി, ഒരു ചീരുള്ളിൻ്റെ പൊണയിട്ടാ. പിന്നെ ആ തേങ്ങ ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലീരും. ഓ ചക്കലോ വെന്തു അടിഞ്ഞക്കണ്. വെന്ത് അടീസയിക്കണു. എരിശ്ശേരിക്ക് പറ്റിയ ചക്ക തന്നെ. അരച്ച് പറഞ്ഞാൽ മതി. ഇതുണ്ടായിക്കോട്ടെ അല്ലേ. വെളുത്തുള്ളി, ചീരുള്ളി, പിന്നെ ചെറിയ ജീരകം, കുറച്ച് കാന്താരി കേട്ടോ. കുറച്ച് വെള്ളം പാർന്ന് കാണാണ്ട് നല്ലോണത്. നല്ലോ അരയണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മൾ പിന്നെ കറിക്കൊക്കെ അരക്കണ മാതിരി നല്ലോ അരക്കൂലേ, അങ്ങനെ അരയേണ്ട ആവശ്യമില്ല. എന്നാലോ കുറച്ച് അരി വേണം. കുട്ടിയെ ഓരോടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ ചക്ക കൂട്ടാനൊക്കെ നല്ല വെന്ത് അലിഞ്ഞതാട്ടാ. ഞയ്ക്ക് നമ്മൾ ഈ അരിപ്പാണ്ട് പാർന്ന് കൊടുക്കുക. നമ്മൾ ചക്കരശ്ശേരി റെഡി ആയിട്ടില്ല. കുറച്ചും കൂടിയൊക്കെ ചെയ്യാണ്ട്. ഇതൊന്ന് ചൂടായി, തേങ്ങ അരച്ചതൊന്ന് ചൂടായി കിട്ടണം. എന്നിട്ട് നമുക്ക് കടുകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടാണ് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം കേട്ടോ. ചക്കക്കറി അറിയാം, പക്ഷെ ചക്കരിശ്ശേരി എന്നാണ് ഇതിന് ശരിക്ക് പറയല്. എന്തോ ഒരു രസമാണ്. ചൂടായി വരട്ടത്. അപ്പോൾ നമുക്ക് ചട്ടി വെച്ച് കടുകും കറിവേപ്പിയിട്ട് നല്ലോണം തൂണ്ടിച്ചെടുക്കുക. ഉപ്പുണ്ടാക്കട്ടെ. നല്ലൊരു ടേസ്റ്റ്. ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. ഉപ്പിൻ്റെ കമ്മി ഉണ്ടായാൽ അതിൻ്റെ രുചിയാണ് കിട്ടൂല. ചക്കരിശ്ശേരി ഉണ്ടാക്കുമ്പോഴൊക്കെ അമ്മാനെ ഓർമ്മ വരും. ഇതിപ്പോൾ എൻ്റെ ആങ്ങളാരും നാത്തൂമാരും എല്ലാവരും കാണും. ഇപ്പോൾ ഇതിട്ടാ ഓൽക്കൊക്കെ നമ്മളമ്മാനെ ഓർമ്മ വരും.
അമ്മ ചക്കരശ്ശേരിൻ്റെ ആളല്ലേ. ഇതൊന്നും വറവിട്ടാട്ടോ കേട്ടോ. അപ്പോൾ എരിശ്ശേരി തൂമ്പിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് കടുക് കറിവേപ്പിലൊക്കെ ഇട്ടുകാണ്ടേ ആണ് തൂമ്പിച്ചിട്ട് എടുക്കുക. ഒരു പറ ചോറുണ്ടാകാനൊക്കെ ഈ ഒരു കറി മാത്രം മതി കേട്ടോ. അത്രയും അടിപൊളിയാണ് ഈ കറി. നമ്മളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ് കഴിച്ച് നോക്കണ്ടേ. ചക്ക കൂട്ടാനേക്കാളും രുചിയാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ. എന്താ ഇപ്പോൾ ഒരു മാറ്റം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ? അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ, അപ്പം അറിയാം അതിൻ്റെ മാറ്റങ്ങളൊക്കെ. കാന്താരിയൊക്കെ നല്ലോണം അരക്കണം കേട്ടോ, എന്നെങ്കിലൊക്കെ അതിൻ്റെ രുചി കിട്ടുള്ളൂ. കാന്താരി, വെളുത്തുള്ളി, പിന്നെന്താ ചെറിയ ജീരകം, ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുകാണ്ട് നല്ലോണം അരച്ചെടുക്കണം. കുറച്ച് കറിവേപ്പില പിച്ചിക്കാണ്ട് അതും കൂടി ഇട്ട് കൊടുക്കും. കറിവേപ്പില നമ്മൾ അരക്കണേക്കും കൂട്ടൂട്ടാ. അരക്കണേക്കും കൂട്ടാം. അങ്ങനെ വറവിടുമ്പോൾ അങ്ങനെയും ചെയ്യാട്ടാ. നമ്മളന്നത്തെ സ്പെഷ്യലൊക്കെയാണ് കേട്ടോ അത്. അപ്പം ഇതൊക്കെ ഒന്ന് കൂട്ടിക്കാണ്ട് ചോറൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ, ചോറ് വയ്ക്കട്ടെ. പണിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളെ എരിശ്ശേരിയും കൂട്ടിക്കാണ്ടൊന്ന് ചോറ് വയ്ക്കട്ടെ കേട്ടോ. പപ്പടവും എരിശ്ശേരി സദ്യ സ്പെഷ്യൽ. സദ്യക്കൊക്കെ പറ്റുപ്പതേ. നല്ല ചൂടാണല്ലോ. മഴക്കാലത്ത് ഇതൊക്കെ നല്ല അടിപൊളി കൂട്ടാനാട്ടോ. പിന്നെ പറഞ്ഞാൽ തടിക്ക് കേടൊന്നുമില്ലല്ലോ, തടിക്കൊക്കെ നല്ലതാണ്. എല്ലാ ഗുണം മണം, നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് മാത്രം മതി ചോറുക്ക്. ഒറ്റക്കും കഴിക്കട്ടോ. എന്താ രസം എന്നറിയാം, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാൻ വെറുതെ ഒന്നും പറയില്ല, ഞങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൻ്റെ അത് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മളെ അന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കുക. പുതുതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അഫ്സു വ്ലോഗ് ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.